ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സൂഫി ഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിന് ഒരു നിലക്കും നിരക്കാത്ത കുറേ ഗാനങ്ങൾ പുറത്തിറക്കുന്ന കക്ഷികളുണ്ട്. അത്തരം ഗാനങ്ങൾ പാടാൻ പാടില്ല. മറിച്ച് അത് ശറഈന് അനുവദനീയമാണോ അല്ലേ എന്നത് പണ്ഡിതന്മാർ പരിശോധിക്കണം. എന്നിട്ട് അനുവദനീയമാണെങ്കിൽ മാത്രം അത് അനുവദിക്കണം. വെറുതെയല്ല മൊഹീദ്ദീൻ മാലക്ക് അംഗീകാരം കൊടുത്തത്, വെറുതെയല്ല റിഫായി മാലക്ക് അംഗീകാരം കൊടുത്തത്, വെറുതെയല്ല മങ്കൂസ് മൗലൂദിന് അംഗീകാരം കൊടുത്തത്. അതിൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ തെറ്റില്ലെന്ന് ബോധ്യപ്പെട്ട പാദ്യങ്ങളല്ലാതെ ഗാനങ്ങളല്ലാതെ ഒരു വേദിയിലും നമ്മൾ പാടാനും പാടില്ല, പാടിപ്പിക്കാനും പാടില്ല. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബുറുദ സദസ്സ് എന്ന പേരിൽ ധാരാളം സദസ്സുകളുണ്ട്. നല്ല ബർക്കത്തുള്ള സദസ്സാണ്. പക്ഷേ ബുറുദ സദസ്സ് ഇത് ആദ്യം ഒരു ബുറുദ സദസ്സ് തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കാം ബുറുദല്ല, പിന്നെ കുറേ പാട്ടാണ്. ബുറുദേൻ്റെ സദസ്സ് പിന്നെ ആളുകൾ ഒരുമിച്ച് കൂട്ടി കുറേ പാട്ട്. അങ്ങനെയാകാൻ പാടില്ല. അത് ജനങ്ങളെ വഞ്ചിക്കലാണ്. ബുറുദയുടെ സദസ്സാണോ അവിടെ ബുറുദ തന്നെ ചൊല്ലണം. കഴിയുന്നതും ബുറുദ തീർത്തും ചൊല്ലണം, നല്ല നിലക്ക് ചൊല്ലണം. ആ ബുറുദയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സമയമുണ്ടോ? സമയമുണ്ടെങ്കിൽ കുറച്ച് പാട്ട് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല പാട്ടാണെങ്കിൽ കുണ്ടൂർ ഉസ്താദിൻ്റെയൊക്കെ പാട്ടുണ്ട്, അങ്ങനത്തെ പാട്ട് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് ബുറുദയുടെ പേരിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കുറച്ച് പാട്ടും പാടിപ്പോകുന്ന പരിപാടി പറ്റൂല. നമ്മൾക്ക് എല്ലാ വിഷയത്തിലും ഇവിടെ സത്യസന്ധതയുണ്ടാകണം. ഏത് വിഷയത്തിലും സത്യസന്ധതയുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അറിയുന്നു എന്ന ബോധം വേണം. രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വാക്ക് പറയണം. നിങ്ങൾ പറയുന്ന വാക്കുകൾ സത്യമായിരിക്കണം, ശരിയായിരിക്കണം, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം. ചീത്ത പറയുന്ന ഭാഷയിലല്ല, തെറി പറയുന്ന ഭാഷയിലല്ല, പരിഹസിക്കുന്ന ഭാഷയിലല്ല, ഇൻസൾട്ട് ആക്കുന്ന ഭാഷയിലല്ല. ഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും. അതിന് അല്ലാഹു നിങ്ങൾക്ക് ഓഫർ തരുന്നുണ്ട്. അതെന്താണ്? നിങ്ങളെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരും. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. നിങ്ങളെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി.